ദിവസത്തിൽ ഒരു എത്ര വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ബിഗ് ബോസ് അണ്ണൻ ചെയ്യണ ഒരു കാര്യം ശരിയല്ല, ഒരു മനസാക്ഷിയില്ലാത്തൊരു മനുഷ്യനാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, അതൊന്ന് കൺഫേം ചെയ്യുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും കേട്ടോ. കമൻറ്റിലൊക്കെ നിങ്ങൾ പിശുക്ക് കാണിക്കുന്നു, പറ്റുമെങ്കിൽ ഒരു നല്ല അടിപൊളി കമൻറ്റൊക്കെ ഇടണം. അതുപോലെ തന്നെ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബിഗ് ബോസിനോട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൽ എഗ്രി ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മുടെ ജാസ്മിന് വയ്യാതെ ഭയങ്കര പനിയായിട്ടാണ് കിടക്കുന്നത്. അപ്പം ജാസ്മിൻ വയ്യാതെ പനിയായി കിടക്കുമ്പോൾ ആരാണ് ജാസ്മിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു നമുക്ക് നിർവചിക്കാൻ പോലും പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ അവിടെ ഉണ്ട്. അതാരാ? ഗബ്രി. അത് ആർക്കെങ്കിലും അറിയാത്തൊരു കാര്യമാണോ? ബിഗ് ബോസിന് അറിയാത്തൊരു കാര്യമാണോ? ബിഗ് ബോസ് നല്ല പരിപാടിയാണ് കാണിച്ചത്. ഇതിൽ ഞാൻ ഇത് ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു പക്ഷേ ബിഗ് ബോസിന് തോന്നിക്കാണും ഗബ്രി ചേട്ടൻ ഇനി അവിടെ ഇരുന്ന ബിഗ് ബോസിന് വീണ്ടും നാട്ടുകാരെ തെറിയാക്കേണ്ടി വരുന്നു. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും പനി കിട്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എല്ലാത്തിനും അടിച്ച് തെളിച്ച് പുറത്താക്കി. ഇനി അവിടെ ക്യാപ്റ്റൻ മാത്രം നിന്നാ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, സാധാരണ എപ്പോഴും ബിഗ് ബോസ് ക്യാപ്റ്റന്മാരെ മാത്രമാണ് നിർത്താറ്, ഒരിക്കലല്ല. ബിഗ് ബോസിന് തോന്നുവാണ് ഇന്നാണ്, അതായത് ജാസ്മിൻ മുമ്പ് ഒരു ദിവസം നമ്മുടെ കൺഫെഷൻ റൂമിൽ ആകെ തളർന്ന് വയ്യാണ്ടായി കിടന്നപ്പോൾ റസ്മിനെ നിർത്തിയായിരുന്നു. അപ്പൊ ഇപ്പോൾ ജാസ്മിന്റെ കൂടെ നിർത്തേണ്ടത് ആരെയാണ്? ഗബ്രീനെ ആയിരുന്നു. അതില് ബിഗ് ബോസിനോടുള്ള പ്രതിഷേധം വളരെ ശക്തമായി അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കൊണ്ട് കിടക്കാം. ഇനി നിങ്ങൾ നോക്കിക്കോ, ജാസ്മിൻ എട്ടിപ്പെട്ടിന്ന് പറഞ്ഞ് പനി മാറി എണീറ്റ് വരും. കാരണം ആർക്കും ഇനി ആ റൂമിലേക്ക് പ്രവേശനമില്ല. സോ ജാസ്മിൻ്റെ റിക്കവറി വളരെ പെട്ടെന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉഷാറായിട്ട് പുറത്തേക്ക് വരട്ടെ. അപ്പോഴല്ലേ നമ്മുടെ ഗെയിമൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. ഇങ്ങനെ തളർന്ന് കിടക്കുന്ന കുട്ടിയെക്കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല. പിന്നെ കമ്മിങ് ബാക്ക്, നമ്മളിപ്പോൾ നമ്മുടെ തമ്മനയിലിട്ടായിരുന്നു കൂടോത്രം, പ്രേതം, ഭൂതം, എന്താണ് ബിഗ് ബോസ് ഷോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ ചെന്നൈ സെറ്റിൻ്റെ കുഴപ്പമാണോ? ഇനി അവിടെയുള്ള സത്യം പറയാമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുട്ടാ. നമ്മൾ തുടക്കം തുടങ്ങി നോക്കുകയാണെങ്കിൽ എനിക്ക് തുടക്കത്തിലേ തന്നെ കുറച്ച് ഓളം ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രതീഷ് ഫസ്റ്റ് നോമിനേഷനിൽ തന്നെ എടുത്ത് പുറത്തേക്കായിട്ട് കളഞ്ഞു. പറഞ്ഞത് ജനങ്ങളുടെ വോട്ടില്ലെന്നാണ്. അത് ഞാൻ ഇപ്പോഴും അംഗീകരിക്കുന്ന ഒരു കാര്യമില്ല. ഒരിക്കലും ജനങ്ങളുടെ വോട്ടില്ലാത്തതിൻ്റെ പേരിൽ രതീഷ് പുറത്താവില്ല. അപ്പൊ എനിക്കുള്ള ബലമായ സംശയം, എന്തെങ്കിലും ഒരു പ്രേതബാധയോ അല്ലെങ്കിൽ ആരെങ്കിലും വല്ല കൂടോത്രം ചെയ്ത് ഹോട്ട്സ്റ്റാറിലെ വോട്ട് മറിച്ചോ എന്നാണ് എനിക്ക് സംശയം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ? പിന്നെ റോക്കി സിജോയുമായിട്ട് ഒരു ഫിസിക്കൽ അസോൾട്ട്, അതായത് റോക്കി സിജോയെ ഇടിക്കുന്നു. ഒരാളും എക്സ്പെക്ട് ചെയ്യുന്നില്ല. റോക്കിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. റോക്കി സിജോയെ ഇടിച്ച് നല്ല 2 കണ്ടസ്റ്റന്റ്, ബിഗ് ബോസ് ഷോയിലെ നല്ല 2 കണ്ടസ്റ്റന്റ് പുറത്താകുന്നു. ഒരിക്കലും നമുക്ക് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നില്ല. അവര് പുറത്തു പോകുമ്പോഴാണ് അതേ വരുന്നേ. കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഈ ഷോ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? നമ്മൾ ബിഗ് ബോസ് വെച്ച് ബാക്കി വാഴകളെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ബിഗ് ബോസിൽ റോക്കിയും സിജോയും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആകെയുള്ളൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴത്തോട്ടവും വാഴകളെയും മാത്രമേ കാണാനുള്ളൂ. വേറെ അവിടെ ഒരു പരിപാടിയില്ല. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വൈൽഡ് കാർഡ്സ് വരുന്നത്. സോ വൈൽഡ് കാർഡ് വന്നപ്പോൾ അവിടെ ഭയങ്കരമായൊരു ഓളമായി. അതിൽ ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ സിബിൻ എന്ന് പറഞ്ഞ ഒരു ഫുൾ പാക്കേജ്, അല്ലെങ്കിൽ ഒരു പക്ക BB മെറ്റീരിയൽ, എന്റർടൈൻമെന്റ്, സംസാരം, എന്താ പറയാ, സിബിൻ ഉണ്ടായിരുന്നപ്പോൾ ഷോ ഒരു ഭയങ്കര ഒരു നമുക്കെല്ലാവർക്കും ഇന്നെന്താണാവോ പുതിയ ഐഡിയാസ് സിബിൻ കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു സെലിബ്രേഷൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ സിബിൻ ആ ഫുൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് ശരിക്കും പറഞ്ഞ ഒരു ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഒരു ഉത്സവം തന്നെയായിരുന്നു. അടിയും പിടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു സിബിനെ. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വരുന്നു, എന്തിനാണെന്ന് അറിയത്തില്ല. എനിക്ക് സത്യം പറയാതിരിക്കാതെ പറയുമ്പോൾ എനിക്ക് വീണ്ടും ദേഷ്യം വരും. ലാലേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് സിബിനെ എത്രമാത്രം അടിച്ചു താഴ്ത്താവോ, എത്രമാത്രം മെന്റലി ബ്രേക്ക് ഡൗൺ ആക്കാവോ, അങ്ങനെ ഒരു സിറ്റുവേഷനിലായി. ഇതുവരെയും സിബിൻ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല.
സിബിന് സൈക്കോളജിസ്റ്റിനെ കാണാൻ അവസരം കൊടുക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്തിട്ടും ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ലൈവിൽ കണ്ടത് ബിഗ് ബോസ് പറയുന്നു ഡോക്ടർ അഡ്വൈസ് ചെയ്ത് സിബിന് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറയുന്നു. ഇപ്പോഴും സിബിൻ ഷോ ക്വിറ്റ് ചെയ്യുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഉള്ള ഇൻഫർമേഷൻ സിബിന് കുറച്ച് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായതിനു ശേഷം സിജോ പുറത്തു പോയിട്ട് ഇതുവരെയും സിജോയ്ക്ക് തിരിച്ച് ഷോയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സിജോ വരും വരില്ല അങ്ങനെ പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ പൂജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ പൂജയ്ക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ബാക്ക് ഇഷ്യൂ ആണെന്ന് പറയുന്നു. ചില സ്ഥലത്ത് ഡിസ്കിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അടിപൊളി ഒരു കണ്ടസ്റ്റന്റ് പൂജയൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ചില ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പൂജയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഒരു ഫണ്ണി, അല്ലെങ്കിൽ പൂജ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് ബിഗ് ബോസ് ഹൗസ് കുറച്ച് ഫണ്ണും എന്റർടൈൻമെന്റ്സും ഒക്കെ കൊണ്ടുവന്ന്, അപ്പം നമ്മളൊക്കെ ആ ഒരു ലെവലിൽ പൂജയെ ഞാനൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പൂജ വന്നതിന് ശേഷം പൂജ ഓരോ ടാസ്കും പൂജ എങ്ങനെ, അതായത് എസ്പെഷ്യലി എന്തെങ്കിലും ഒരു ഡിസ്കഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമുക്ക് തന്നെ അറിയാം പൂജ ഒരു ബിഗ് ബോസിന്റെ പല എപ്പിസോഡ്സ് കാണിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചപ്പോൾ പൂജ ഇങ്ങനെ ടക്കാന്നും പറഞ്ഞിട്ട് ഈവൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന കണ്ടസ്റ്റൻസിന് പോലും പറയാൻ പറ്റാത്ത ആൻസേഴ്സ് പൂജ അത്രയും അടിപൊളിയായി പെർഫോം ചെയ്ത കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പൂജയ്ക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഇഞ്ചുറി വരികയും, അതായത് ഒരു വയ്യായി വരികയും പൂജ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴും അറിയില്ല പൂജ തിരിച്ചു വരുമെന്ന് നമുക്കറിയത്തില്ല. സോ ബിഗ് ബോസ് ഹൗസിന് എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി പറ്റി കണ്ടസ്റ്റൻസ് പുറത്തു പോകാറുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ റസ്മിൻ പോയായിരുന്നു, പക്ഷെ റസ്മിൻ തിരിച്ചു വന്നു ഷോയിലേക്ക്. കാരണം എല്ലാം നല്ല കണ്ടസ്റ്റൻസും, അതായത് അടിപൊളിയെ ഗെയിം കളിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും എന്തോ സംഭവിക്കുന്നു, അവർ പുറത്തു പോകുന്നു. ബിഗ് ബോസിന് ഒരു നിലയ്ക്കും ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ കുറേ ആൾക്കാർ പുറത്തു പോയപ്പോൾ ബിഗ് ബോസ് ഇത്ര വൈൽഡ് കാർഡ്സിനെ കൊണ്ടുവന്നു. എന്നാൽ കൊണ്ടുവന്ന എല്ലാ വൈൽഡ് കാർഡ്സും സൂപ്പറാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് പൂജയും സിബിനായിരുന്നു സൂപ്പറായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി ബിഗ് ബോസ് വാട്ട് നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റിന് ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഓൾറെഡി നമ്മൾ ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ഉണ്ട്, സൂപ്പർ ഗെയിമറാണ്, അടിപൊളി മൈൻഡ് ഗെയിമറൊക്കെയാണ് ജിൻഡോ. പക്ഷെ ജിൻഡോ തന്നെയായി ഗെയിം കളിക്കുവാണെങ്കിൽ അവിടെ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാനില്ല, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് പറ്റിയ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല. അത് നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് തരുന്ന ഒരു കാര്യമാണ്. സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ സായി കൃഷ്ണയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നമുക്കറിയാം സായി ഒട്ടും തന്നെ പെർഫോം ചെയ്യുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് വാ എന്ന് പറയാനുള്ള ഒരു ഗെയിമർ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ കാണുന്ന പ്രേക്ഷകരെ വീണ്ടും ഡിസപ്പോയിൻമെന്റിലേക്കാണ് ബിഗ് ബോസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓരോ ആഴ്ച ഇതുപോലെ കണ്ടസ്റ്റൻസിന് ഒരു ഇഞ്ചുറി വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ടസ്റ്റന്റ് ആയ സിബിനെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തന്നെ ഇതുപോലെ തകർത്ത് പുറത്തേക്ക് ഇറക്കുന്നു. അതായത് അയാളെ പറയുന്നതിന്റെ ഒരു മനുഷ്യന്റെ മനസ്സിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബേഡൻ അയാൾക്ക് കൊടുത്ത് അയാളിപ്പോ ഈ സ്ഥിതിയിലാക്കിയത് ബിഗ് ബോസ് ആണ് എന്ന് ഞാൻ ശക്തമായി തന്നെ പറയും. സോ ബിഗ് ബോസ് എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇതൊരു ഭൂതോ പ്രേതോ കൂടോത്രോ ഒന്നുമല്ല. എന്തൊക്കെയോ ഒരു കണ്ടസ്റ്റൻസിനും വന്നിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതും അവസാനം മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ് അട്ടർ ഫ്ലോപ്പ് ഒരു സീസൺ ആകുമോ? ഒരു ഐഡിയ ഇല്ല. അൺലെസ് ബിഗ് ബോസ് കുറച്ച് നല്ല കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് ഷോ ഒന്നും കൂടി ഉഷാറാക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു സീസണായി മാറും. കാര്യം ആളുകൾ പറയുന്നുണ്ട് TRP കൂടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ ബിഗ് ബോസ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ലൈക്ക് ജാബ്രി കോംബയൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ കുറച്ചൊക്കെ TRP മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ക്വാളിറ്റി കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ നല്ലൊരു ഗെയിം കാഴ്ചവെച്ച ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ ഇപ്പോൾ അറ്റ് പ്രസന്റിൽ ബിഗ് ബോസ് ഹൗസിൽ ആരുമില്ല. ഇനിയിപ്പോൾ ജാസ്മിൻ പുറത്തു പോകുമെന്ന് നമുക്കറിയില്ല. ജാസ്മിന് നല്ല പനിയാണെന്ന് പറയുന്നുണ്ട്. ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ഭയങ്കര പനിയൊക്കെ കൂടി ഹോസ്പിറ്റലൈസേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ റസ്മിൻ തിരിച്ചു വന്നായിരുന്നു. സോ ജാസ്മിൻ പോയാലും തിരിച്ചു വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ജാസ്മിൻ അടിപൊളി കണ്ടസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഫോമി വന്നപ്പോൾ സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ജാബ്രി കോംബോ വന്നതോടുകൂടി തകർന്നു പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ.
അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഒരു കാര്യങ്ങളും ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇനി ഭയങ്കര ശോകം തന്നെയായിരിക്കും നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് അൺലെസ് സിബിൻ കംബാക്ക് ചെയ്യുക. കംബാക്ക് എന്ന് പറഞ്ഞാൽ സിബിൻ ജസ്റ്റ് ഒരു പേഴ്സണായി തിരിച്ചു വന്നിട്ട് കാര്യമില്ല. സിബിൻ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ അതിലും ഉഷാറായിട്ട് തിരിച്ചു വന്നാൽ മേ ബി ഒരു ഗെയിമൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് ഇതുപോലെ എഴഞ്ഞ് നീങ്ങി മുന്നോട്ട് പോകും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ എക്സ്പെക്ടേഷനോടുകൂടി ഒന്നും ഞാൻ ഇരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇനി ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ചലഞ്ചേഴ്സിനെയോ അല്ലെങ്കിൽ പുതിയ വൈൽഡ് കാർഡ് എൻട്രീസിനെയോ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതും എത്രയും പെട്ടെന്ന് വേണം. നമുക്ക് കുറേ ദിവസങ്ങളൊന്നും ഇല്ല. ഹാഫ് ആയില്ലേ, ഒരു 50 ഡേയ്സോളമായി. അപ്പൊ ഇനിയും കുറെ നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗെയിമിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണാനൊന്നും ഉണ്ടാവത്തില്ല. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഗെയിം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് തന്നെ പുതിയ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പൊ സബ് ചെയ്യാത്ത എല്ലാവരും വേഗം സബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.